എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളോട് 3 അതിഥികൾ ചേരുന്നു. നമസ്കാരം. The entire climax is something like you didn't experience and you didn't watch it on Indian screen. നമുക്ക് ഈ മലയാളം തമിഴ് ബാരിയേഴ്സ് ഒന്നും ഇല്ല. ഇവനൊരു മലയാളം മൂവി പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാ ലാംഗ്വേജിലേക്കും വേണ്ടിയിട്ടുണ്ട്. കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യും. നമ്മള് കേരളത്തിലേക്ക് വന്ന ഒരു തെലുഗു പ്രൊഡക്ഷൻ കമ്പനിയെ നീട്ടി സ്വീകരിക്കുക, അതല്ലേ നമ്മുടെ ഒരു പാരമ്പര്യം. അതല്ലേ? Strongly. I think this film is about that. Please. I love Kerala. Personally, I love Kerala. I wanted to get married in Kerala. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തതിൽ ഞാൻ പറഞ്ഞു ഞാനല്ല, ആ സിനിമയിൽ ആകെ ഞാനാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. അവസാനത്തെ ആ ഡയലോഗ് ഉണ്ടല്ലോ, ഓർമ്മിപ്പിക്കല്ലേ. ഇതൊക്കെ നല്ലത് ചെയ്യുക, കുറച്ചുപേരൊക്കെ ചീത്ത ചെയ്യുന്നവരൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. മലയാളിയല്ലേ, ഇടയ്ക്ക് പറയുന്നുണ്ട് കായ്ക്ക് കായ്ക്ക്. She will have a great future in Indian cinema, especially Telugu audience. Already they are in front of them. ഈ ചോദ്യം നീ ആരോട് ചോദിച്ചാലും യെസ് എന്ന് പറയുള്ളൂ. ഈ ചോദ്യം നമ്മൾ ജനിച്ചു വളർന്ന സമയം തൊട്ടേ നമ്മളെ പഠിപ്പിക്കണം. എനിക്ക് ഒരു കുറച്ച് വയസ്സാകുമ്പോ ഇങ്ങനെ ഒരു ചോദ്യം വന്ന് ഒരാൾ ചോദിക്കും, അതിനാൽ നീ ഇങ്ങനെ ആയിരിക്കണം. അതിലുള്ള എല്ലാവരും ബാത്റൂമിൽ ഇരുന്ന് കുളിക്കുമ്പോ പാടിയിട്ടുണ്ടാവും. പാടാത്തവൻ മനുഷ്യനാണ്. കോ സ്റ്റാറിനോട് പ്രണയം തോന്നിയില്ലെങ്കിൽ അവൻ സ്റ്റാർ ആണോ? അയ്യോ, അങ്ങനെ കോ സ്റ്റാറിനോട് പ്രണയിക്കാൻ മാത്രം ഞാൻ ഇവിടുത്തെ ഹീറോ ഒന്നും അല്ലല്ലോ. ചോദ്യത്തില് ഉത്തരം ആദ്യം പറയണായിരുന്നു. ഈ ഗിഫ്റ്റ് അല്ല ഞാൻ കൊടുക്കാനുള്ള ഗിഫ്റ്റ് എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊടുക്കില്ല. കക്കാത്ത മനുഷ്യരുണ്ടോ? ടൂത്ത് ബ്രഷ് വേറൊരാൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയാം. ഇല്ല സാർ, സാർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപയോഗിക്കാൻ. ഹായ്, ഹലോ, നമസ്കാരം. ദിസ് ഈസ് മീ ബിയർ കാ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളോട് 3 അതിഥികൾ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഫുൾ എനർജി ആണല്ലോ അല്ലേ? ഹായ് സാർ, വെൽക്കം. Hello, hi. ഹൗസ് കേരള? It's very nice, sir. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഇപ്പൊ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയ സ്കൂളിലൊക്കെ പുറത്തു നിന്നൊക്കെ ഒരു സ്റ്റുഡന്റ് വരുമ്പോ അവസ്ഥയുണ്ടല്ലോ, വിട്ടുമാട്ടം കളിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഞാൻ ഹൈദരാബാദ് പോയിട്ട് പ്രൊമോഷൻ ചെയ്ത എന്റെ അവസ്ഥ. ശരിക്കും നമ്മുടെ കാ ഇന്ന് മലയാളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. തെലുങ്കിൽ ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മലയാളത്തിൽ റിലീസ് ചെയ്യാൻ പോവാണ്. എന്താണ് ശരിക്കും നമ്മുടെ കാ? വാട്ട് ഈസ് കാ? We can't reveal what is Ka because the entire climax is something like you didn't experience and you didn't watch it on Indian screen till now. So you'll get to know the meaning of Ka in the climax. Well, what was first thing that comes to your mind when you heard the story about the Ka? I'm sorry, sir. Sorry. What was the first thing you got in your mind when you first heard the story of the Ka? I had this wow kind of factor. How this guy thought, how this guy has this idea. I really shocked, the climax part. Whenever I'm listening to the script, the climax part, it's completely like, wow, is this really happening? Or I didn't know this thing kind of stuff. I didn't watch it in any films. I felt like wow factor. തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ തെലുങ്കിൽ ഇപ്പൊ 2ാമത്തെ ചിത്രമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കര എന്റെ 2 സിനിമ ഇറങ്ങാനുണ്ട് ഇവിടെ. അല്ല, കൂടുതലും എന്തായാലും മലയാളമായിരിക്കും. അതെന്തായാലും മലയാളമായിരിക്കും. പക്ഷെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വേറെ ലാംഗ്വേജിൽ നിന്നും നമ്മൾ അറിഞ്ഞ് കണ്ടു വിളിക്കുന്നതും വീണ്ടും വീണ്ടും വിളിക്കുന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്താ എങ്ങനെ കഥാപാത്രം എന്താണ്, എങ്ങനെയാണ്? രാധ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഈ സിനിമ കൂടുതലും ഒരു സ്റ്റാർട്ടിങ് വിത്ത് കുറച്ചൊരു ഡ്രാമ, പിന്നെ ഒരു പീരിയോഡിക് ത്രില്ലറാണ്. ഒരു ലവ് സീക്വൻസ് ഉണ്ട് കൂടെ. അപ്പോൾ അഭിനയ വാസുദേവാണ് കിരണിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അഭിനയ വാസുദേവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നടക്കുന്ന ഒരു കഥയാണ് ഇത് മുഴുവൻ. അപ്പോൾ അതിൻ്റെ പാരലായിട്ട് രാധ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെയും കഥ നടക്കുന്നുണ്ട്. അപ്പോൾ ആ രാധ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഈ 2 ക്യാരക്ടർ അതായത് ഇപ്പൊ നമ്മുടെ മുട്ടുപോയി ഇവിടെ ഉണ്ട്, ക്യാരക്ടർ ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ വഴി പോയിട്ട് നമ്മൾ ഇവിടെ വരുമ്പോ
അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ പാരലായിട്ട് പോകുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റെവലേഷൻ ആണ് നമ്മൾ എങ്ങനെ കണ്ടുമുട്ടുന്നത് എന്നുള്ളത് തന്നെ. അപ്പൊ അതാണ് സുജയ് സാർ എങ്ങനെയാണ് നമ്മുടെ സിനിമയിലേക്ക് വരുന്നത്? എനിക്ക് സുജയ് സാർ കാണുമ്പോൾ പക്ക സ്റ്റൈലിസ്റ്റ് ആയിട്ടൊരു നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ വരുന്ന ഒരു വില്ലൻ ലുക്കില്ലേ, അതേപോലെ പക്ക സ്റ്റൈലിസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഇതിൽ വില്ലനാണോ? അല്ല, ഇതിലൊരു സാധാരണ ഒരു എന്നെ ഇതുവരെ കാണാത്ത ഒരു പരുവത്തിലായിരിക്കും. ഞാനൊരു സാധാരണക്കാരനായ ഒരു ഗ്രാമവാസി ഒരാളാണ്. നമ്മളീ ഇങ്ങനെയൊന്നും അല്ല, അപ്പിയറൻസ് ഒക്കെ ഒരു പാവപ്പെട്ട പ്രായമുള്ള ഒരു സാധു മനുഷ്യൻ, അങ്ങനെ ഒരു നല്ല സംഭവം. നേരത്തെ ചോദിച്ചില്ലേ തൻവി മലയാളത്തിലേക്ക് ഇനി വരുമെന്ന്. സി വൺ ഗുഡ് തിങ് അബൌട്ട് ദ ന്യൂ ട്രെൻഡ്സ്, ഇപ്പം നമുക്ക് ഈ മലയാളം തമിഴ് ബാരിയേഴ്സ് ഒന്നും ഇല്ല. ഈവൻ ഒരു മലയാളം മൂവി പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാ ലാംഗ്വേജിലേക്കും വേണ്ടിയിട്ടല്ലേ. സോ തൻവി ഇവിടെ തന്നെ ഉണ്ടാവും. തൻവി ഇടയ്ക്കൊക്കെ പോയിട്ട് ലൊക്കേഷൻ മാത്രമേ ചേഞ്ച് ആവുള്ളൂ, സ്ഥലം മാത്രമേ വന്നു. ആൻഡ് വെരി ഗുഡ് ജോബ്. അത് എല്ലാ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലും പാൻ ഇന്ത്യയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോറി അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ബിഗ് ഹിറ്റ് ഇൻ തെലുഗു. അതിൻ്റെ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യുക. അതെ, കിടക്കട്ടെ. ഞാൻ മുമ്പേ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എങ്ങനെയാണ് ഈ സ്റ്റൈൽ? ഇത് കൈരളിയുടെ അഭിമാന പ്രശ്നമാണ്. കാരണം നമ്മള് കേരളത്തിലേക്ക് വന്ന ഒരു തെലുഗു പ്രൊഡക്ഷൻ കമ്പനിയെ നീട്ടി സ്വീകരിക്കുക, അതല്ലേ നമ്മുടെ ഒരു പാരമ്പര്യം. അതല്ലേ നല്ല കാര്യങ്ങളൊന്നും മലയാളികൾ കയ്യിലിട്ട് സ്വീകരിക്കും, നല്ല സിനിമകളും സ്വീകരിക്കും അല്ലേ? നല്ല സ്വീകരിക്കും. കാരണം അതിന്റെ ഒരു തെളിവാണല്ലോ ദുൽഖറിന്റെ പ്രൊഡക്ഷൻ കമ്പനി തന്നെ മൂവി ഏറ്റെടുത്തിരിക്കുന്നത്. ജയഫർ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡാണ്, നല്ല സിനിമകളെ കൊണ്ടുവരുമെന്നൊരു ഇതുണ്ട്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ഉത്തരം പറഞ്ഞില്ല, എങ്ങനെയാണ് ഈ സ്റ്റൈൽ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്? അതിലൊരു ചെറിയ സംഭവമുണ്ട്. അതായത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മള് മനസ്സിലൊന്ന് ഒളിപ്പിച്ചു വെച്ച് മറ്റത് സംസാരിക്കുമ്പോഴാണ് നമ്മളല്ലാണ്ടായി. നമുക്ക് ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ തിങ്ക് ചെയ്യുന്നത് സംസാരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് പോസിറ്റീവായിരിക്കും. നമുക്ക് നെഗറ്റീവ് തിങ്കിങ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട് അങ്ങനെ പിന്നെ പേഴ്സണലി ഞാൻ വളരെ ഈ ഉള്ളത് കൊണ്ട് തൃപ്തിയാവുന്ന ടൈപ്പ് ഒരു മനുഷ്യൻ. എനിക്കധികം സിനിമയൊന്നുമില്ല, ഉള്ള സിനിമയിൽ നല്ല റോളുണ്ട്, ഹാപ്പിയാണ്. വൈകുന്നേരം ആകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കളിച്ചും ചിരിച്ചും ഒക്കെ ആയിട്ട് പോകുന്നതിൽ ത്രില്ലുള്ള ഒരാളാണ്. സോ മൈറ്റ് ബി അതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടൊരു മനുഷ്യൻ അല്ലേ? കിരൺ സാർ, we all know that cinema is a game of luck and hard work. How do you, in your perspective, what is cinema? It's not luck, sir. It's an hard work. 100% we need to believe in hard work. Cinema is a joy, I feel. We need to, if you watch other films, I'll enjoy as an audience. I celebrate that film with the joy. For my film, while working, I really wanted the other guy to, experience that feeling. So I always feel like cinema is a joy and celebration. To create that, we need to be very careful, and hard work is very important. Luck, I think I don't believe. You don't believe in luck? Luck is not there. Do you believe in karma? I believe strongly. I think this film is about that. Please. He is absolutely right. There is nothing like luck. If you do the hard work 100%, then the Almighty, the God blessings on that 100%. That will make it 200%. That 200% impact, most people are treated as luck. Actually, to get that 200% impact, you need to do your job 100%. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. Sir, I want to ask you, that when we do a work, if it is success or failure, when we do our work, there is always a success and failure. We all know how we celebrate our success. I want to ask you, how are you doing how are you facing your failure? So when I entered into films, I decided something, I want to be here, at whatever the reason I want to be here. So I always believe in journey. We know that sometime this Friday, maybe it's our Friday, next Friday maybe we can't again score the hit. But the journey is very important. We need to consistency, and we need to work hard. When I get the failures, I never felt bad.
I know that it's part of my job. When now I got a very huge blockbuster, it's not affecting me. It's like I'm like same. Okay, the next film again same. Let's believe in the journey. Let's do hard work. That's it. Maybe that's what I felt when I enter into the films. Just believe in the journey. Miracles will happen. Miracle is happening now. Yeah, it's happened because 3 months back when I came to because I love Kerala. Personally, I love Kerala. I wanted to get married in Kerala. I want to get married in You want to Kerala. marry Mallu? Not girl. I know the location. girl already in there. Girl already selected. Like 3 months back, I came here, Kumarakom, right? Yeah. I came here and I Location, even yeah, I- location wise Wayanad and everything. I wanted to see some good location because Kerala, we love Kerala. I want to get married. While roaming, I am asking her, see, someday my poster will be there on the street someday. Like I'm just thinking, and see, I'm happy that now I'm sitting in front of you guys and I'm talking about my film. So just believe and do hard work. Miracles will happen. Fate will get you there. Yeah. തന്വി, അപ്പം ഇതിനു മുമ്പ് ഇതൊരു പീരിയോഡിക് പടമാണെന്ന് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് നമ്മൾ മലയാളത്തിൽ തന്നെ ഇപ്പൊ കുമാരി അതൊരു പീരിയോഡിക് ഇത് തന്നെയായിരുന്നു, അത് വേറൊരു ട്രാക്ക് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു 2 പീരിയോഡിക് സിനിമകൾ? അത് രണ്ട് ട്രാക്കാണ്, ഇതിനോട് വലിയ ഇൻഡസ്ട്രിയാണ്, കുറച്ചുകൂടെ വൈഡറാണ്. എങ്ങനെ തോന്നി പ്രോസസ്സാണോ ആ ചോദിക്കുന്നത്? പ്രോസസ്സും സിനിമകളുടെ വിട്ടും പ്രോസസ്സും? സിനിമകളുടെ ജോണർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതിൽ അതും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അതും ഒരു ജനറേഷൻ തന്നെയാണ്. ഇതിൽ കൂടുതലും എനിക്ക് കുറച്ചുകൂടി കുമാരിയിൽ ഭയങ്കര ചെറിയൊരു സ്ക്രീൻ സ്പേസിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് പണ്ട് മുതൽ എനിക്ക് തോന്നുന്നു ഏതൊരു ആക്ടറിനും തോന്നുന്ന ഒരു കാര്യമാണ് ഒരു പീരിയഡ് മൂവിയിൽ അഭിനയിക്കണം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു സ്ക്രീൻ സ്പേസ് നോക്കാണ്ട് എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതിൽ കുറേ ഉണ്ട്. വൈഡറുമാണ് ഇതിൽ വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് കുറേ പെർഫോം ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നി ചെയ്ത് വെച്ചതിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടറാണ് ഇത്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ പോസിറ്റീവ് അല്ലാതെ നല്ല കുട്ടിയായിട്ട് കുടുംബിനിയായിട്ടുള്ള ഇതേപോലത്തെ സ്കീം അല്ലാതെ പക്ക വില്ലത്തിയായിട്ട് ഒരു സൈക്കോ ആയിട്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നെ വിളിക്കുന്നില്ല. ആരെങ്കിലും മുഖം നോക്കിയിട്ട് നെഗറ്റീവ് കണ്ടാ വിളിക്കുക അവസ്ഥയാണോ? എന്താണെന്നറിയോ, മുകുന്ദനുണ്ണി എൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് മുകുന്ദനുണ്ണി അപ്പൊ ഏതൊക്കെയാ സിനിമ എന്നൊക്കെ ഉള്ളത് ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് മുകുന്ദനുണ്ണിയിൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തേലെന്ന്. ഞാൻ പറഞ്ഞു ഞാനല്ല, ആ സിനിമയിൽ ആകെ ഞാനാണ് പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന്. പക്ഷെ അങ്ങനത്തിനല്ല, ശരിക്കുള്ള നെഗറ്റീവ് ആയിട്ടുള്ള റോൾസ് ചെയ്യണം എന്നുണ്ട്. എനിക്ക് ആക്ഷൻ റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. സ്റ്റണ്ടായിട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഫിസിക്കലി കൂടുതലും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ചെയ്യാറുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും വന്നാൽ തീർച്ചയായും നടക്കട്ടെ. അങ്ങനത്തെ എല്ലാ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ്. അതെ. അപ്പം മുകുന്ദനുടെ കാര്യം പറഞ്ഞപ്പോഴാ അവസാനത്തെ ആ ഡയലോഗ് ഉണ്ടല്ലോ, കർണന് ഓർമ്മിപ്പിക്കല്ലേ. അല്ല ശരിക്കും അത് ഏതെങ്കിലും നമ്മുടെ ഏതൊരു ആളുടെ സ്റ്റാറ്റസ് നോക്കിയാലും ആ ഒരു ഡയലോഗ് ഇങ്ങനെ പറയും. കാലത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ടില്ല, ബിക്കോസ് എനിക്ക് വരുന്ന ഫുൾ ടാഗ്സ് ഇതായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് അതായിരുന്നു. അതല്ലാണ്ട് ഒരു ക്ലൈമാക്സ് എനിക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ 100% അതിലേക്ക് അതാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്, അങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ ഇതെന്താണെന്നറിയോ, ഇത് എൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഡയലോഗാണ്. അത് ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഇറങ്ങിയ സമയത്ത് അതും തിയേറ്ററിൽ ഇത് എത്ര നോക്കിയാലും ക്യാരക്ടറാണ്. ഇത് നമ്മൾ ക്യാരക്ടറായിട്ട് മാറ്റി വെക്കണം, ഇൻഡിവിജ്വൽ അറിയാവുന്ന എല്ലാം അറിയാം. പക്ഷേ അത് തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് അത് അന്ന് കുറച്ച് എടുക്കാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. കുറച്ച് കാലത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം തുറക്കുന്നത് മുഴുവൻ ഇതിൻ്റെ ടാഗ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ നോക്കാറില്ല ഇൻസ്റ്റാഗ്രാം. പക്ഷേ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് 2018. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് അത് എനിക്ക് തോന്നുന്നു അത് ബാലൻസ് ആയിട്ട് പിന്നെ അതങ്ങ് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പറയുന്ന റിയാലിറ്റി തന്നെയല്ലേ? ഉറപ്പായിട്ടും കുറേ കാലം ഉറപ്പായിട്ടും ഞാൻ എന്തായാലും 100% അതിൽ അഗ്രി ചെയ്യുന്ന ഒരാളാണ്. സാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഈ നല്ലത് നന്മമരം മാത്രം ഡയലോഗ് പറയുന്നവരൊന്നും ഒരു കാലത്ത് രക്ഷപ്പെടത്തില്ല, കുറച്ച് കുറുക്ക് വഴിയിലൂടെ പോകുന്നത് മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ മാത്രം എന്നല്ല, കൂടുതലും ഒരു മെജോറിറ്റി ആൾക്കാരും അങ്ങനെയാണ്. പക്ഷെ കർമ്മ ചെയ്യുന്ന
എന്താ എല്ലാം ഈ 80 വയസ്സിലും 90 വയസ്സിലും അത് എന്താ കിട്ടിയിട്ട് എന്നുള്ളൊരു സാധനം. നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഒരിക്കൽ പറയണ്ടായി, ഇവിടെ ബൈബിളാണോ മദ്യമാണോ ഏറ്റവും കൂടുതൽ വിൽക്കുന്നതെന്ന് ചോദിച്ചു. മദ്യമല്ലേ? അപ്പൊ അതുകൊണ്ട് മദ്യം നല്ലതല്ലല്ലോ. അപ്പൊ ഈ എല്ലാ കാലത്തും നന്മകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ നാട് ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ പറ്റുന്നവരൊക്കെ നല്ലത് ചെയ്യുക, കുറച്ച് പേരൊക്കെ ചീത്ത ചെയ്യുന്നവരൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. പിന്നെ നേരത്തെ കിരണിനോട് ചോദിച്ചൊരു ചോദ്യത്തിൽ ഒരു കറക്റ്റ് ഒരു ഉത്തരവ് എന്ന് പറയുന്നത്, ഈ സക്സസ് വരുമ്പോഴേ അത് തലയിലേക്ക് എടുക്കുന്നവർക്ക് ഫെയിലിയർ അടിക്കും. സക്സസ് വരുമ്പോൾ അതിനെ ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ മിടുക്കുള്ളവർക്ക് ഫെയിലിയർ ജീവിതത്തിൽ ഒരു പ്രശ്നമല്ല. അതായിരിക്കും അതിൻ്റെ ഒരു ശരിയായ വശം. അല്ലെങ്കിൽ നമുക്ക് അത് നമ്മൾ തകർന്നു പോകില്ലേ? നമ്മളൊരു സാധാരണ മനുഷ്യരല്ലേ, നമുക്ക് ചിലതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. എല്ലായിടത്തും ചേച്ചി ഒരിടത്ത് തോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു തോൽവി ഉണ്ടെങ്കിലും ബാലൻസ് ആവും. പിന്നെ നേരത്തെ തൻവിയോട് ചോദിച്ചു, എൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്ന ചോദ്യത്തിൻ്റെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് നമുക്ക് വരും, അത് ഒരു മനുഷ്യനും തടയാൻ പറ്റില്ല. വേറെ ഉള്ളവർക്ക് ചിലപ്പോൾ നല്ല റോളുകൾ കിട്ടിയേക്കാം, മോശം റോളുകൾ കിട്ടിയേക്കാം, അവർ ചിലപ്പോൾ പലത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നെക്കൊണ്ട് എൻ്റെ പർപ്പസ് എന്താണ്, എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്, അതെന്നെ തേടി വരും. അതല്ലെങ്കിൽ എവിടെയോ ഇരിക്കുന്ന തെലുഗു പ്രൊഡക്ഷൻ കമ്പനി കേരളത്തിൽ നിന്ന് തൻവിയെയും സിജോയിനെയും പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യില്ലല്ലോ. ഞങ്ങൾക്ക് തമ്മിൽ ഇതിനു മുമ്പ് അറിയില്ലല്ലോ. അപ്പോൾ തെലുങ്ക് പറയാൻ പിന്നെ നമുക്ക് മലയാളിയല്ലേ, അതൊരു ഉഗ്രം പോയിന്റാണ്. ഈ താടിയും മീശയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ ഇടയിൽ നമ്മുടെ ലിപ് മൂവ്മെന്റ് എങ്ങനെയാന്ന് ആർക്കും പിടികിട്ടില്ല. അപ്പൊ ഞങ്ങള് തൻവി ഇടയ്ക്ക് പറയുന്നുണ്ട് കായ്ക്ക് കായ്ക്ക് അങ്ങനെയല്ലായിരുന്നു ശരിക്കും നടന്നത്. അതായിരുന്നു കരഞ്ഞ് നിലവിളിച്ച് ഞാൻ ഇവിടുന്ന് ഡയലോഗ് പറയുമ്പോൾ ഇവിടുന്ന് മലയാളത്തിൽ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഓർമ്മയുണ്ടത്? ഞാൻ ഡയലോഗ് മറന്നു പോകും. കാരണം എന്താ പറയുക, എൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻവിയാണ്. തൻവിയുടെ ഒരു മാസ്മരിക പ്രകടനമാണ്. അപ്പം നമുക്ക് നമ്മുടെ ഡയലോഗൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ നിന്ന് ഒരു ദേവി ഇങ്ങനെ അഴിഞ്ഞാടുകയല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? I keep forgetting my dialogues. Very convincing. Because she was opposite to me and I felt she became Radha. അല്ലേ? എല്ലാം തകർത്തൊരു രാധയായി മാറിയില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, she will have a great future in Indian cinema, especially Telugu audience. Already they are in front of Tanvi, and now it's time for Kiran to get his fans flow in Kerala. കേരളത്തിലൊരു ഫാൻ ഫോളോ കാന്താരയൊക്കെ ഇറങ്ങിയ സമയത്ത് ഉണ്ടായ ഒരു കായ ഇറങ്ങുമ്പോൾ ഉണ്ടാവട്ടെ. അല്ലെങ്കിലും നമ്മുടെ നാട്ടില് തെലുഗു നായകന്മാരോടൊരു പ്രത്യേക ഇഷ്ടമില്ലേ? ആ പ്രത്യേക ഇഷ്ടം ഇപ്പോഴും ഉണ്ടാവും. അതെ, ഒരു ജ്വരമല്ലേ അല്ലേ? അത് ആക്ച്വലി നല്ലൊരു ട്രേറ്റ് അല്ലേ? ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും നല്ല സിനിമയാണെങ്കിലും നല്ല ആക്ടർ ആണെങ്കിലും ഐ തിങ്ക് മലയാളീസ് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. And now everyone is supporting, even Malayalam movies അവിടെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദയവേത് കേരള ടി വി പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നമ്മുടെ ഭാഷയിൽ നമ്മുടെ കഷ്ടത്തിൽ എടുത്ത് വെക്കുന്ന സിനിമകൾ അന്യഭാഷകളിൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നതിന് തിരിച്ച് നമുക്ക് കൊടുക്കാൻ കിട്ടുന്ന ഒരു മനോഹരമായ ഒരു അവസരമാണ്. ഇത് കളയരുത്. നമ്മളും കാ എന്ന സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. സാധിക്കുമെങ്കിൽ കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണുക. തിയേറ്റർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, മാക്സിമം ജനം വരട്ടെ, സിനിമ വിജയിക്കട്ടെ. തീർച്ചയായും. സർ, വാട്ട് വാസ് ദ ഫസ്റ്റ് തിങ് ഇൻ മലയാളം they teach you? മലയാളം സംസാരിക്കും. അവർക്ക് what is സംസാരം is family. In Telugu family. മനസ്സിലായോ? From morning I'm learning. മനസ്സിലായോ. That's just give me the lead, I'll tell remaining thing. നിങ്ങൾ എല്ലാവരും നമ്മളുടെ സിനിമ. That's what from morning, yeah, they're teaching me. Is it tough to learn Malayalam? No, I didn't felt very tough, but it is very speed. So no, if I can talk, but the feeling inside the something, if I do some mistakes, again we'll get that troll, na. So due to the respect of the language, I'm just worried to speak. That's it. But if I talk 2-3 times, then it will
continue. Sir, I'm just asking, how do you see yourself in 5 years? Or do you wish to go with the flow? How life will go on like that? No, sir, I don't just go with the flow. I just design myself where I want to place in. I just see myself in next 5 years. I'm sure that I do great films. I'll deliver very, very good films, which all Indian audience, they'll watch it, and I'm sure that after 5 years, if my film comes, I have that hope that everyone will go and watch that Kiran do good films. So let's go and watch, and let's spend some money for him, for the entertainment. They'll get some entertainment on me. I'm very confident I'll deliver some great films within 5 years. Let it happen. Thank you, sir. നമ്മൾ കുറേ സീരിയസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക അല്ലേ? ഒരു ഗെയിം കളിച്ചാലോ? Shall we play a game? Yeah, please. Yes. വളരെ സിമ്പിൾ ആണ്. I have never ever. I have Never ever. never ever. മനസ്സിലായോ? Do you I understand? understand, sir. I understand. ഞാൻ ചോദിക്കാവേ. ആലോചിക്കാൻ സമയമൊന്നുമില്ല, പടപെടാന്ന് പറയണം. ഞാൻ ഓൾറെഡി ആലോചിക്കുന്നു. I have never ever lied to a person that is close to me. യെസ് ഓർ നോ പറയാനാണോ? I have അല്ലെങ്കിൽ I never. ഓക്കെ, അത് എളുപ്പം. ഇങ്ങോട്ട് ചോദിക്കാം. I have never ever lied to a person that is close to me. You're asking person name or like? You can tell if you want. No, you have to just tell you have or you have not. Any person. Sorry, I'm confused. There are many persons that may be friends, family, even that are close to your heart, have you ever lied to them? Yes, I like. I have. I have. You should just say I have. Okay. പറഞ്ഞു. I have. കളിയുടെ ഇത് മനസ്സിലായി എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് നീ ഈ മനസ്സിലായി. ചോദ്യം നീ ആരോട് ചോദിച്ചാലും യെസ് എന്ന് പറയുള്ളൂ. നുണ പറയാതെ ജീവിക്കാൻ പറ്റുള്ളൂ. സത്യമല്ലേ? സത്യമല്ലേ? അല്ലെങ്കിൽ ഈ ചോദ്യം നമ്മൾ ജനിച്ചു വളർന്ന സമയം തൊട്ടേ നമ്മളെ പഠിപ്പിക്കണം. എനിക്ക് ഒരു കുറച്ച് വയസ്സാകുമ്പോ ഇങ്ങനെ ഒരു ചോദ്യം വന്ന് ഒരാൾ ചോദിക്കും, അതിനാൽ നീ ഇങ്ങനെ ആയിരിക്കണം. ഇത് അങ്ങനെ അല്ലല്ലോ. അത് പറയുന്നുണ്ടെങ്കിൽ അത് കള്ളത്തരം. അതെ, അതേ ഒരു കള്ളത്തരമാണ്. പിന്നെ കാര്യം നിരുപദ്രവകരമായ നുണകളൊക്കെ പറയാം. കുറച്ചൊക്കെ നുണയില് ഉപദ്രവിക്കാത്ത, ആരും വിഷമിപ്പിക്കാത്ത, ആരും വിഷമിപ്പിക്കാത്ത ഒക്കെ പറയാം. പറഞ്ഞ നുണയുണ്ടോ? ഇപ്പൊ പറഞ്ഞതിലോ? ഇപ്പൊ ഇല്ല ഇപ്പൊ പറഞ്ഞൊക്കെ സത്യം. അടുത്ത I have never ever sing in shower. I have. അതുകൊണ്ട് അതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ അതാണല്ലോ ഒരു ധൈര്യം. അതെ, ആരെന്ത് വിചാരിച്ചാൽ ആരെന്ത് വിചാരിച്ചാലും ഈ നാട്ടിലുള്ള എല്ലാവരും ബാത്റൂമിൽ ഇരുന്ന് കുളിക്കുമ്പോൾ പാടിയിട്ടുണ്ടാവും. ഉറപ്പായി. പാടാത്തവൻ മനുഷ്യനാണോ? ഒരിക്കലുമില്ല. അടുത്ത് I have never ever had a crush on a co-star. I have. അതുകൊണ്ട് പോരട്ടെ, ഇതിന്റെ കഥ എനിക്കറിയണം. അല്ല, കോ സ്റ്റാറിനോട് പ്രണയം തോന്നിയില്ലെങ്കിൽ അവൻ സ്റ്റാർ ആണോ? ആരാണ് സ്റ്റാർ? അത് ഒരു സിനിമയില് ആ സിനിമയിൽ അഭിനയിക്കുന്ന ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ. അതെ, അത് കഴിഞ്ഞ് ഇവരൊക്കെ അങ്ങനെയാ. ഈ സ്റ്റാർസ് ഒക്കെ നമ്മൾ പറയില്ലേ ഭയങ്കര കെമിസ്ട്രിയാണ്. ഈ കെമിസ്ട്രി എങ്ങനെ ഉണ്ടാവുന്നത്? ഈ കെമിസ്ട്രി ഈ കോ സ്റ്റാറിനോടുള്ള പ്രണയം ഉള്ളിൽ കൊണ്ടുവരുമ്പോൾ മാത്രമല്ലേ ഈ പ്രണയം ഒരു ഇതായിട്ട് വരുന്നത്. കോ സ്റ്റാറോട് പ്രണയിക്കാത്ത സ്റ്റാർസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പ്രണയിച്ച ഒരു കോ-സ്റ്റാറിന്റെ പേര്? അയ്യോ, അങ്ങനെ കോസ്റ്റാറിനോട് അല്ല, അങ്ങനെയല്ല. അങ്ങനെ കോസ്റ്റാറിനോട് പ്രണയിക്കാൻ മാത്രം ഞാൻ ഇവിടുത്തെ ഹീറോ ഒന്നും അല്ലല്ലോ. അങ്ങനെ ഇവിടെ പറയാം. എന്താണ് റൗണ്ട്? I have or I have never? ഒന്നുമില്ല. ചോദ്യത്തില് ഉത്തരം ആദ്യം പറയണായിരുന്നു. Sir, can you tell the name of your that crush you have on your co-star? Yeah, my wife, my first movie. ഇത് തരത്തില്ല. ഒരു കോസ്റ്റാറിനോട് പ്രണയം തോന്നി ആ പെണ്ണിനെ കല്യാണം കഴിച്ചവിടെ. അടുത്ത് I have never ever danced alone in my house. I have. Never ever Dance alone in my house. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഡാൻസ് കളിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഉറപ്പല്ലേ? അതും നേരത്തെ ഈ ബാത്റൂമിലെ ഷവർ പോലെയാ. കാരണം നമ്മളൊക്കെ ഇങ്ങനെ സ്റ്റാർസ് ഒക്കെ സിനിമയിലൊക്കെ ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് ഇതാ
I didn't have a knowledge that he has such kind of a sense of humor. Exactly. In the sets he is very silent. From last 2 interviews I'm Aditya, thinking why I'm not, why I didn't spend time with him. He has such sense So of humor. audience, please listen. Kiran is going to make a new movie. It Yeah. will be a comedy movie, and Yeah, I will be doing a comedy. ഇപ്പോഴേ അങ്ങ് book Humor star. Sir, next film play by role you are doing, sir. Nice. ഞാനോ അപ്പൊ ഞാനില്ലേ എന്നെ കൂടെ. ഞാൻ സാക്ഷി. അടുത്ത ഐ ഹാവ് നെവർ എവർ ലൈക്ക് ടു സമ്മൺ അബൌട്ട് ദെയർ ഔട്ട്ഫിറ്റ് ലുക്കിംഗ് ഗുഡ്. ഓർമ്മയിലില്ല, ബട്ട് ഐ ഷുഡ് ഹാവ്. I'll never say. If it is good, I will say. ഇല്ലെങ്കിൽ ഇല്ലെന്നോ ഇല്ലെങ്കിൽ മിണ്ടില്ല. ഉണ്ടില്ല. കാരണം ഒരാള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ ആളുടെ കോൺഫിഡൻസിലല്ലേ വന്നേക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്തിനാ പുള്ളി വെറുതെ നല്ലതാണെങ്കിൽ നമ്മളൊന്ന് കയറ്റി. Yeah, I said, sir. If it is good, I said yes. If not good, I said sometimes if I'm very close to, I'll tell that it's not. ഓക്കെ സർ. ഡിപ്പെൻഡിങ് ഓൺ ദ റിലേഷൻ. Yeah, that's point to be noted. ഐ ഹാവ് നെവർ എവർ റീഗിഫ്റ്റഡ് സംതിങ് ദാറ്റ് വാസ് ഗിവൻ ടു മീ. ഈശ്വരാ. അയ്യോ, റീ ഗിഫ്റ്റ് അല്ല, ഞാൻ കൊടുക്കാനുള്ള ഗിഫ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. കൊടുക്കാനുള്ള റീ ഗിഫ്റ്റ് അല്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേന് ഞാനൊരു പെയിന്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിന്റിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പെയിന്റിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ ബർത്ത്ഡേന് കൊടുത്തില്ല. ഓ അങ്ങനെ അതൊരു പുതിയ സംഭവം കേട്ടോ. കൊടുക്കാമെന്ന് വെച്ച ഗിഫ്റ്റ് എടുത്ത് വലിച്ചു വെച്ചു. കൊടുക്കരുത്, നല്ലൊരു സാധനം വീട്ടിൽ ഇരിക്കട്ടെ. അതിന്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇരിപ്പുണ്ട്. Yes, I have done re-gifted. Yeah. Yeah. Sir, do you? Yeah, yes, sir. It's most of the times it happens with that bouquets and Yeah. the small trees. അല്ല, they have you give, no? re-gifted? ഇത് ഈ ചോദ്യം നമ്മുടെ വീട്ടില് വീട്ടമ്മമാരോടൊക്കെ given. ചോദിച്ച രസമായിരിക്കും. കാരണം എല്ലാ Bouquets തരവും happens ഈ very വീട് regular. താമസത്തിലും clock, ഒരു 10 പ്രശ്നങ്ങൾക്ക് ഒരു ഡിന്നർ സെറ്റ്, ക്ലോക്ക് അല്ലെ, ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലതിന്റെ പാക്ക് പോലും അയച്ചിട്ടുണ്ടാവില്ല. സത്യം കേട്ടോ, ഒരു തവണ വീട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. ഗിഫ്റ്റ് റീഗിഫ്റ്റിംഗ് ചെയ്യും. അത് ഒരു രസമല്ലേ? അതൊരു ഇതൊക്കെ ഒരു രസം. രസമല്ലേ? അടുത്ത് ഐ ഹാവ് നെവർ എവർ ട്രൈ ടു ചേഞ്ച് മൈ നെയിം. I have changed my name. Have you changed? I tried. I tried. I was speaking to executive producer Mr. Chavan. Say, after 2-3 calls, he is not able to say Sijoy Varghese. I thought, Chavan, what do you think? Shall I change my name? So I found another name. Sijoy Varghese in the CU, Varghese in the Vayu eduthu. So you call me Siva. So he started calling me Siva. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, നല്ലൊരു പഞ്ചാണ് ശിവ, കിടക്കട്ടെ. ഈ കഥയ്ക്ക് എവിടെയാണ് നമുക്ക് അറിയില്ലല്ലോ. There's a lot of things we're getting to know now, no? I have never ever googled my own name to see what comes up. I have. I have. അത് രസമല്ലേ സ്വന്തം പേര് ഗൂഗിളില്. മിക്കവാറും ഗൂഗിൾ ബാൻ ചെയ്യും ഇനി സ്വന്തം പേര്. അതെ, കമ്പ്യൂട്ടറിൽ IMEI നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ട് അവര് നിർത്തിക്കളയും. I have never ever googled my own name to see. അത് ചോദിച്ചല്ല. I have never ever spread a rumor I know what wasn't true. No, I have not. No. അതില്ല. I have never ever traveled alone. I have. I always do. നമ്മളെല്ലാം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പേർപ്പസ്ലി ഉള്ള ഒരു സോളോ ട്രാവൽ, ഞാൻ ഒരു സോളോ ട്രാവലർ അല്ല. ഒരു ഫ്രണ്ട്സ് ആളെ ഉറപ്പായിട്ട് ഒരു വൈബ് അറിയാനല്ലേ. എനിക്ക് മിണ്ടാനും പറയാനൊക്കെ ആള് വേണം, അല്ലെങ്കിൽ പണിയാൻ. കൂടെ ഷെയർ മെമ്മറീസ് ചെയ്യാനായിട്ട് ഒരാളല്ലെങ്കിൽ ഉറപ്പായിട്ടും ഓരോരുത്തർക്കും ഓരോ താല്പര്യം. എങ്ങനെയാ അയ്യോ, എനിക്ക് ഇപ്പൊ കുറച്ചു കാലമായിട്ടില്ലേ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ അങ്ങ് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാൻ കുറേ സോളോ ട്രാവൽ ചെയ്യുന്നതും, ഞാൻ കുറച്ച് ദിവസം ഹ്യൂമൻ ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്. ഞാൻ ഒരു കഴിഞ്ഞ 2 മാസം മുന്നേ ഒക്കെ ലൈക്ക് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അല്ല, ബട്ട് കൂടുതലും എനിക്കങ്ങ് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് കാലമായിട്ട് അതാണ്. Sir, what do you wish? You want to travel, if you're going to a trip, you want to travel alone or with friends or family? With the friends, most of the time with friends. When I want to, when I feel some low or high, if I want to travel alone, like if I want, I'll, most of the times, yearly once or yearly twice, I feel like I want to spend alone time myself. At that time, I'll travel alone. I have never ever stolen anything. I have. എവിടെയൊക്കെ എന്തൊക്കെയുണ്ട്? വലിയ സാധനങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. I would have. കക്കാത്ത മനുഷ്യരുണ്ടോ?
See, ഏത് ഏജിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 85 വയസ്സുള്ള ഒരു വല്യപ്പൻ ഫ്രിഡ്ജ് തുറന്ന് രാത്രി ഒരു ഗുലാബ് ജാം എടുത്ത് കഴിക്കും. അതിനെ മോഷണം എന്നൊക്കെ വിളിക്കാമെങ്കിൽ ഇവിടെ കള്ളന്മാരെ ഉള്ളൂ. കള്ളന്മാരെ കൊണ്ടേ നടക്കത്തുള്ളൂ. മാത്രമേ ഉള്ളൂ. I have never ever missed a flight. Many. Today morning, sir. എളുപ്പം പറയാൻ പറ്റിയത്. Yeah. ഫ്ലൈറ്റ്സ് മിസ്സായിക്കൊണ്ടേയിരിക്കും. I have never ever gotten a tattoo. I have not yet. ആഗ്രഹമുണ്ടോ? ഉറപ്പായിട്ടും. No. Never. ഒരിക്കലും ചെയ്തില്ല. ഒരിക്കലും ചെയ്യില്ല. I have never ever used someone else toothbrush. I have never. I have. You have? Yeah. Mhm. In which situation or? Which situation? If ഏത് സിറ്റുവേഷനിലും we are at home, if my brush is not there, I'll use it. കിട്ടുന്നത് എടുത്തിട്ട്. പക്ഷെ എനിക്ക് അവിടെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു സ്റ്റുഡിയോയിൽ ഓവർനൈറ്റ് വർക്ക് ചെയ്തിട്ട് രാവിലെ ക്ലയന്റിന്റെ പ്രസന്റേഷൻ വരും. സോ എനിക്ക് ഫ്രഷ് ആവാൻ ഒരു വഴിയില്ല. അപ്പോൾ സ്റ്റുഡിയോയിലെ അസിസ്റ്റന്റ് പയ്യൻ അവന്റെ ടൂത്ത് ബ്രഷ് എടുത്ത് തന്നു. ഞാൻ അവനോട് ചോദിച്ചു, ഒരാളുടെ ടൂത്ത് ബ്രഷ് വേറൊരാൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയാം. ഇല്ല സാർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപയോഗിക്കാൻ. നമുക്ക് ബോധത്തോടെ ചെയ്യാൻ പറ്റില്ല. അറിയാതെയൊക്കെ ഈ പറഞ്ഞ പോലെ ആരുടെയെങ്കിലൊക്കെ ടൂത്ത് ബ്രഷ് മാറി ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരേപോലത്തെയൊക്കെ കളറിലൊക്കെ വരുമ്പോൾ പെട്ടുപോയിട്ടുണ്ട്. അതെ. എന്തായാലും നമ്മുടെ ഇവിടെ കിടന്ന് ഇന്റർവ്യൂ തീർക്കാനായിട്ട് ഇവിടെ കിടന്ന് എന്താണല്ലേ. എന്തായാലും നിങ്ങൾ ടയേർഡായിട്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് ഇന്റർവ്യൂസിന്റെ വേള നിൽക്കുവാണ്. ഞാൻ അവസാനം ഇരിക്കുകയാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? എന്റെ ഡ്രീമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ആ ഡ്രീമിലാണ് ജീവിക്കുന്നത്. എൻ്റെ വാട്സാപ്പിലെ എന്താ പറയാ, ലിവിങ് മൈ ഡ്രീം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഐ ആം ലിവിങ് മൈ ഡ്രീം. വാട്ട്സ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീം? I think nothing, sir. I'm living it. എല്ലാരും ഒരേ ഡയലോഗാണല്ലോ പറയുന്നത്. See, everyone will have that scene. At the time when I'm working, I have a big dream that I want to see my wall poster in my town. I achieved it. So then the remaining everything, it will just like it's bonus to me. That's what I said. I'm just living it. സാറിനോ? ഞാനിങ്ങനെ ഡ്രീം കണ്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഇപ്പൊ എന്റെ മുമ്പിൽ ഒറ്റ ഡ്രീമുകൾ. ഒരു വലിയ ഹിറ്റ്, കൈരളി പ്രേക്ഷകർ ദയവിത് ശ്രദ്ധിക്കുക. ഇപ്പൊ എന്റെ ഡ്രീമിന്റെ ഒപ്പം നിൽക്കാം. ഒരു വലിയ ഹിറ്റാക്കി കൊടുക്കണം. നമുക്ക് സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ വലിയ തരംഗമുള്ള പടമായി മാറണം. തീർച്ചയായും. അപ്പം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ. അതെ, തീർച്ചയായിട്ടും. തെലുങ്കിലേക്ക് 2 സൂപ്പർ താരങ്ങൾ കൂടെ കയറിയിട്ട് മലയാളത്തിലേക്ക് മലയാളം സിനിമ? Yes, I wish to. Given an opportunity. Is there any film that inspires you in Malayalam cinema? I love many films. I love the Premam, all-time favorite. I loved it. And recently Avesham, Manjumal Boys is very good film. Let it happen to. Yeah. അപ്പം എന്തായാലും സിനിമ വലിയൊരു സൂപ്പർ ഹിറ്റ് ആവട്ടെ. അപ്പം ഇനി ഒരുപാട് സിനിമകൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. ഇത്ര സമയം ഞങ്ങൾക്ക് എടുത്തതിനെ താങ്ക് യു. Thank you. നല്ല ഇന്റർവ്യൂ. അടിപൊളി.